രാവിലെ ചായയൊക്കെ റെഡിയായി അതൊക്കെ ഒന്ന് ആറ്റിച്ചെടുത്തിട്ട് എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കുക്കർ പാസ്ത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ ഇത്തിരി സവാളയെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇന്ന് വെജിറ്റബിൾസ് ഒന്നും ഇട്ടില്ല. അതിൻ്റെ അത് പാസ്തയൊക്കെ ഇട്ടൊന്ന് ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും മയോണീസും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കറി വെക്കുന്നത് കുറച്ച് പാലക് ചീര കിട്ടിയായിരുന്നു. സാധാരണ ഞാൻ പാലക് ചീര വെക്കുമ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് തുവർ ഡാൾ കൂടെ ചേർക്കുമായിരുന്നു. ഇന്ന് പക്ഷേ ഒന്നും ചേർത്തില്ല, ഈ ചീര മാത്രമായിട്ടാണ് കറി വെക്കുന്നത്. അതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊരു 2 വിസിലടിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരപ്പൂടെ ചേർത്തു. അരപ്പിന് വേണ്ടി തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഉച്ചയായണേ അങ്ങനെ എന്നും കുടിക്കത്തൊന്നുമില്ല, ഒരു ജ്യൂസ് കുടിക്കണമെന്ന് തോന്നി. കാരണം കുറച്ച് സബ്ജ സീഡ് സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന് ഈ സബ്ജ സീഡ് തണുപ്പിന് നല്ല, അതുകൊണ്ട് ഞാനിപ്പം ഇത് തന്നെ കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒരിത്തിരി ജ്യൂസ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ലെമണും ജിഞ്ചറും ഫ്ലേവർ അത് കൊടുക്കുന്നത്. ഇച്ചിരി ജ്യൂസ് ഒഴിച്ച് ഈ സബ്ജ സീഡും 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് കുറച്ച് ഒരിത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്ക് കടുക് വറുക്കാനായിട്ട് ഓയിലൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവാളയും കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കാശ്മീരി മുളക് പൊടിയും കൂടെ കുറച്ച് ചേർത്ത് അതൊന്ന് മൂത്ത് വന്നുണ്ടേ കറിക്കകത്ത് ചേർത്തിട്ടുണ്ട്. രാത്രി എനിക്ക് കഴിക്കാനായിട്ട് ഓട്സ് എഗ്ഗ് ഒക്കെ ഇട്ടിട്ട് ഓട്സ് ദോശ പോലെ ഉണ്ടാക്കിയേ. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഓട്സ് ഞാനൊരിച്ചിരി ഒന്നീ പാലിൻ്റെ അകത്ത് സോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ സാധാ വെള്ളത്തിൽ ഇത്തിരി നേരം ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് 2 മുട്ടയും ഇച്ചിരി ക്യാരറ്റും ക്യാപ്സിക്കവും സവാളയും അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ഉപയോഗിക്കാമോ അതൊക്കെ ചേർക്കാം. മുട്ട ചേർക്കണ്ടെങ്കിൽ മുട്ട ചേർക്കണ്ട, മുട്ടയും കൂടെ ചേർക്കുന്നതിന് ഒരു പ്രത്യേക ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ എന്നിട്ട് പാനിൽ ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് നന്നായി ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെറിയ തീയിൽ വേവിച്ച് കൊടുക്കണേ. അടച്ചിട്ട് വേവിക്കാം, കാരണം ഓട്സ് ആകുമ്പോൾ ഇച്ചിരി ഒന്ന് അത് വേവുമൊക്കെ വേണ്ടേ. അപ്പോൾ ചെറിയ തീയിൽ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പം സൈഡെങ്ങാനും ഇത്തിരി അരിക് ഇതുപോലെ ഡ്രൈ ആയിട്ടെങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇത്തിരി ഓയിലെങ്ങാനും ഇറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിത് തിരിച്ചിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് കമത്തി കൊടുത്താൽ മതി. എന്നിട്ട് മറ്റേ സൈഡും ഇത് നന്നായി വെന്ത് വരുവാണെങ്കിൽ നമുക്ക് തിരിച്ചിടുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ ആ സൈഡ് കൂടെ ഒന്ന് നന്നായി വേവാനായിട്ട് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.